ശാസ്ത്രജ്ഞനായിരുന്നു. 1965 മുതൽ 2000 വരെ. 2000 ഞാൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം 2 വർഷത്തേക്ക് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്നെ എമിറേറ്റസ് സയന്റിസ്റ്റായിട്ട് നിയമിച്ചു. ഞാൻ ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അസുലഭമായ ഒരു അനുഭവം മറ്റാർക്കും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരനുഭവത്തെ പറ്റിയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതായത് 1983-84 കാലഘട്ടത്തിൽ ഞാൻ അന്റാർട്ടിക്കയിലേക്ക് ചെയ്ത ഒരു യാത്ര. ആ യാത്രയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഹിമാലയത്തിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ആദ്യം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ 1983 മെയ് മാസത്തിലാണ്. അന്ന് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡോക്ടർ കാസിം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റിന്റെ സെക്രട്ടറി, അദ്ദേഹമാണ് ആദ്യമായിട്ട് അതിലേക്ക് പോയ വ്യക്തി. ഞങ്ങളെല്ലാം സന്ദർശിക്കാനായിട്ട് കൊച്ചിയിൽ വന്ന സമയത്ത് ഓരോ സയന്റിസ്റ്റിനെയും അവരവരുടെ സീറ്റുകളിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ച കൂട്ടത്തിൽ എൻ്റെ അടുത്തും വന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ EG സൈലാസ് ആയിരുന്നു. പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ മാത്യു ഈസ് അവർ ക്രിൽ മാൻ. അങ്ങനെ പറയുന്നതിന് പ്രത്യേക കാരണമുണ്ടായിരുന്നു. ഈ ക്രിൽ എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജലജീവിയാണ്. ചെമ്മീന്റെ ആകൃതിയിലുള്ള 4-5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഈ ക്രിൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു റിസോഴ്സാണ്. അവിടുത്തെ തിമിംഗലം ഉൾപ്പെടെ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷ്യമാകുന്ന ഈ ക്രിൽ ഇന്ത്യയിൽ ഗവേഷണം നടത്തുന്ന ഏക വ്യക്തിയായിരുന്നു ഞാൻ. അതനുസരിച്ചാണ് ഇദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അപ്പൊ തന്നെ ഡോക്ടർ കാസിം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ ബയോഡേറ്റ അയച്ചു തരിക, കൂട്ടത്തിന് വേണ്ട വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങുക. കാരണം ഇത് വളരെ ടീരിയസ് ആയിട്ടുള്ളതും സ്ട്രെയിനിയസ് ആയിട്ടുള്ളതും ആയ ഒരു യാത്രയായിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സ്വയം ശരീരം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യായാമം ചെയ്തുകൊണ്ട് കൊള്ളാൻ പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു ശരി, ബുദ്ധിമുട്ടില്ല. കാരണം ഞാനൊരു ജിംനാസ്റ്റാണ്. അതുകൊണ്ട് എൻ്റെ ഫിസിക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ ബയോഡേറ്റ എല്ലാം അയച്ചു കൊടുത്തു. വന്നത് പിന്നീട് സെപ്റ്റംബർ 16 ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു നേരെ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അതനുസരിച്ച് ഞാൻ ഡൽഹിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യമായി നടത്തേണ്ടിയിരുന്നത് മെഡിക്കൽ ചെക്കപ്പാണ്. ആർമി മിലിറ്ററി ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഫിറ്റാണെന്ന് കണ്ടു. ഞങ്ങൾ 14 ശാസ്ത്രജ്ഞന്മാരാണ് അവിടെ സമ്മേളിച്ചത്. ഈ 14 ശാസ്ത്രജ്ഞന്മാരാണ് ഈ 3ാം അന്റാർട്ടിക്ക എക്സ്പെഡീഷനിൽ അന്റാർട്ടിക്കയിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഫിറ്റായിരുന്നു ഞങ്ങളോട് നേരെ ശ്രീനഗറിൽ എത്താൻ പറഞ്ഞു. ശ്രീനഗറിലേക്ക് പോകുന്നതിന് ആദ്യം ജമ്മുവിലെത്തി ഫ്ലൈറ്റിൽ. അവിടെ അതിനുശേഷം ശ്രീനഗറിലേക്ക് മിലിറ്ററി ട്രക്കാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത്. അവിടെ ഞങ്ങൾ ആർമി ട്രാൻസിറ്റ് ക്യാമ്പിൽ താമസിച്ചു. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ജമ്മുവിലെത്താം. ഒരു വളരെ ദുർഘടം പിടിച്ച ഒരു യാത്രയായിരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. തീരെ വീതി പറഞ്ഞ വഴിയിലൂടെ നല്ല ചങ്കുറപ്പുള്ളവർക്ക് അതിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലെത്തി. ശ്രീനഗറിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയി നേരെ സോനാമാർഗിലേക്ക്, അതായത് 9000 അടി ഉയരമുള്ള സോനാമാർഗിലെത്തി. അവിടെ കുറെ പരിശീലനങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങളെ ഈ പർവ്വതങ്ങൾ കയറാനും അതുപോലെ ഗ്രൂപ്പായിട്ട് ട്രാക്കിംഗ് ഇതെല്ലാം കൊണ്ടുപോയി അവിടെ 2 ദിവസം ഞങ്ങളെ പരിശീലിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ നേരെ മച്ചോയി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. മച്ചോയി പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഈ ഗ്ലേഷ്യേഴ്സിലാണ് ഞങ്ങൾക്ക് ശരിയായ പരിശീലനം തരാനായിട്ട്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ 14,000 അടി ഉയരത്തിൽ നിൽക്കുന്ന ഗ്ലേഷ്യറാണ്. കുത്തനെ നിൽക്കുന്ന ഗ്ലേഷ്യറിൽ കയറി പറ്റാന്നുള്ളത് തന്നെ വലിയ പ്രയാസമാണ്. ഈ മഞ്ഞിനോടും ഐസിനോടും ഞങ്ങൾക്ക് ഒരു പരിചയം വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത്. മച്ചോയിലെത്തി ഞങ്ങൾ അവിടെ ടെന്റുകൾ അടിച്ചു. അപ്പോൾ ഞങ്ങൾ ടെന്റടിക്കാനൊക്കെ പരിശീലിപ്പിച്ചു. അതനുസരിച്ച് അതിനകത്താണ് താമസം. തണുപ്പാണെങ്കിൽ ഏതാണ്ട് 0 ഡിഗ്രിയുടെ അടുത്താണ് അന്നേരം ആ സമയത്തുള്ളത്. അവിടെ വളരെ സുഖമായിട്ട് സ്ലീപ്പിംഗ് ബാഗിൽ എല്ലാവരും താമസിച്ചു.
ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസമാണ് ഗ്ലേഷ്യറിലേക്ക് ഞങ്ങൾക്ക് കയറേണ്ടത്. അത് രാവിലെ തന്നെ ഞങ്ങളെ ഗ്ലേഷ്യറിലേക്ക് കൊണ്ടുപോയി. 2000 അടി ഉയരമുള്ള ഗ്ലേഷ്യറിലേക്ക് ശരിക്കും 2 മണിക്കൂർ എടുത്ത് കയറാനായിട്ട്. കാരണം വളരെ ബുദ്ധിമുട്ടി, പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, അള്ളിപ്പിടിച്ചും 4 കാലിൽ എഴഞ്ഞും മറ്റുമൊക്കെയാണ് കയറേണ്ടിയിരുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയായിരുന്നു. ആദ്യത്തെ ദിവസം ഞങ്ങൾ അവിടെ പോയി പരിശീലനം എടുത്തു. ആദ്യത്തെ ദിവസത്തെ പരിശീലനം വളരെ രസകരമായിരുന്നു. ആ മഞ്ഞില് ആദ്യമായിട്ട് ചവിട്ടിപ്പിലുള്ള ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. കറകറ കറകറ എന്നുള്ള ശബ്ദം ഈ സ്നോയിൽ ചവിട്ടുമ്പോഴുള്ള. അപ്പം ഞങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള ബൂട്ടുകളൊക്കെ വേണമായിരുന്നു. ആ ബൂട്ടിന്റെ അടിയിൽ മുള്ളുകൾ, ക്രാംബോൺസ് എന്ന് പറയുന്ന മുള്ളുകൾ ഘടിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ തെന്നിപ്പോവും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ പരിശീലനം ലഘുവായിട്ട് കഴിഞ്ഞു, തിരിച്ചറിഞ്ഞ് പിറ്റേ ദിവസം ആണ് ഞങ്ങൾ 2ാമത്തെ ദിവസത്തിന്റെ ട്രെയിനിങ്ങിന് പോകുന്നത്. ആ സമയത്ത് ചെയ്തെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ മച്ചോയി ഗ്ലേഷ്യറിന്റെ മുകളിൽ കയറണം. കുത്തനെ നിൽക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനമൊക്കെ തരും. ഞങ്ങളെ 4 പേരായിട്ടുള്ള ബാച്ചുകളായിട്ട് തിരിച്ചിട്ട് ഈ 4 പേരെയും, ഓരോ ബാച്ചിലെ 4 പേരെയും ഈ കയറുകൊണ്ട് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് മുന്നോട്ട് വിടുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കയറി പോകാനായിട്ട് ഐസാക്സ് ഉണ്ട്, ഈ കാലിന്റെ മുകളിൽ പിടിപ്പിച്ച ക്രാംബോൺസ് ഉണ്ട്. അതുകൊണ്ട് ഐസില് ശരിക്ക് ആഞ്ഞു കുത്തിയാൽ നമുക്ക് വെർട്ടിക്കലായിട്ട് നിൽക്കാൻ സാധിക്കും ഐസ് മലയിൽ. അപ്പൊ ഞങ്ങൾ 4 പേരുള്ള ഈ ബാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 പേരായിട്ട് വിടുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്കറിയില്ല, ഈ ഐസില് അവിടെ ഇവിടെയായിട്ട് വിള്ളലുകളുണ്ട്, ക്രെവിസസ് എന്ന് പറയും. വളരെ വീതി കുറഞ്ഞിട്ട് വളരെ ആഴത്തിലുള്ള ക്രെവിസസ് കാണും. അതൊരു പക്ഷേ ഒരു സ്നോഫോൾ കൊണ്ട് അതിന്റെ മുകളിൽ സ്നോ വീണിരിക്കും. അപ്പൊ നമുക്ക് എവിടെ ക്രെവിസ് എന്ന് അറിയാൻ സാധിക്കില്ല. അങ്ങനെ ക്രെവിസിന്റെ മുകളിലേക്ക് ആരെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാല് കുത്തനെ കീപ്പോട്ട് പോകും, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ ആയിട്ടാണ് 4 പേരെ കൂടെ കൂട്ടി യോജിപ്പിക്കുക. കാരണം ഒരുത്തം വീണ് പോയാലും മറ്റുള്ളവർക്ക് പിന്നെ കയറ് കൊണ്ട് വലിച്ച് കയറ്റണം. അപ്പൊ അങ്ങനെ പോയി ഞങ്ങള് മച്ചോയി ഗ്ലേഷ്യറിന്റെ മുകളിലെത്തി. അങ്ങനെ ഞങ്ങളുടെ മച്ചോയിലെ പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി വളരെ സന്തോഷപൂർവ്വം അങ്ങനെ യാത്ര അവസാനിപ്പിക്കുക. അന്നത്തേക്കുള്ള പരിശീലനം അവസാനിപ്പിച്ചു. ഡിസംബർ 3-ാം തീയതി രാവിലെ ഞങ്ങൾ ഗമാപ്പോള എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് നിന്നും, ഗോവയിലെ അവിടെ നിന്നാണ് ഞങ്ങൾ അക്കരെ പോർട്ടിലേക്ക്, മർമോവ പോർട്ടിലേക്ക് ഞങ്ങളെ ബോട്ടിൽ കൊണ്ടുപോകാൻ. ഞങ്ങൾ പേഴ്സണൽ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടു. ശാസ്ത്രോപകരണങ്ങളും മറ്റെല്ലാം ഞങ്ങൾ നേരത്തെ കപ്പൽ ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് പേഴ്സണൽ എഫക്ട്സ് കൊണ്ടാണ് ഞങ്ങൾ പോകേണ്ടി വന്നത്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ വലിയൊരു കപ്പല്, ഫിൻലാൻഡിന്റെ ഒരു ക്രൂസ് കപ്പലാണ്. അതിന് 600 മീറ്ററോളം നീളമാണുള്ളത്, 21 മീറ്റർ വീതിയും ഉള്ള ഒരു കാർഗോ ഷിപ്പാണ്. അതിനകത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിരിക്കുകയാണ്. താമസിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ക്യാബിൻസ് ഒക്കെ ഈ കണ്ടെയ്നേഴ്സ് മോഡിഫൈ ചെയ്തിട്ട് 4 പേർക്ക് താമസിക്കാവുന്ന ഓരോരോ കണ്ടെയ്നർ അടുക്കി വെച്ച് അങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് 16 സയന്റിസ്റ്റ് കൂടാതെ 39 ആർമിമെൻ, പിന്നെ ഒരു 12 എയർഫോഴ്സ്മെൻ, ഒരു 12 നേവി പീപ്പിൾ, പിന്നെ ഒരു ഹാഫ് റേഡിയോ ഓപ്പറേറ്ററും, പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ, പ്രിൻസ് ഡിവിഷന്റെ ഫോട്ടോഗ്രാഫർ. അങ്ങനെ 81 പേരാണ് എല്ലാവർക്കും കൂടി ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഒരു 6 മണി ആയപ്പോഴേക്കും ഈ ഒഫീഷ്യൽസ് എല്ലാം ഷിപ്പിന്റെ ഡെക്കിൽ വന്നു. ഞങ്ങളെല്ലാവരും ഷിപ്പിന്റെ ഒഫീഷ്യൽസും അവരും ഒരു 16 പേര് അവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഷിപ്പിന്റെ ഡെക്കിൽ ഒത്തുകൂടിയതിനു ശേഷം എല്ലാവരും ഹാരാർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വിരോചിതമായ ഒരു യാത്ര അയക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 6:30 മണിയായപ്പോഴും, അതായത് സൂര്യൻ ചക്രവാളത്തിൽ താഴുന്ന സമയത്ത് ഞങ്ങൾ ഗോവ തുറമുഖം വിടുകയാണ്. അതിനുള്ള സൈറൺ മുഴങ്ങി എല്ലാവരും താഴെ ഇറങ്ങി, മറ്റുള്ളവരെല്ലാം താഴെ ഇറങ്ങി. ഞങ്ങൾ അവരവരുടെ ക്യാബിനുകളിലും മറ്റും പോയി ഷിപ്പിന്റെ ഡെക്കിലും മറ്റും നിന്നു. അതിനുശേഷം ഞങ്ങൾ തെക്ക് പടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി ഏതാണ്ട് 60 ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഐസ് കണ്ടു. ആദ്യം കണ്ടത് ഒരു ഐസ് ബർഗാണ്, ഹിമാനി. അങ്ങ് ദൂരെ ഒരു ഐസ്ബർഗ് ദൃശ്യമായെന്ന് ഞങ്ങളുടെ മെസ്സാളിൽ ആരോ വന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഡെക്കിലേക്ക് വിടും. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവമാണ്. വളരെ സന്തോഷപൂർവ്വം എല്ലാവരും ക്യാമറയിൽ കൊണ്ട് അതെല്ലാം ഒപ്പിയെടുക്കാനായിട്ട് ഡെക്കിലേക്ക് ഓടുകയാണ് ചെയ്തത്. ആ ആദ്യത്തെ ഐസ്ബർഗിന്റെ ആ ദൃശ്യം വളരെ മനോഹരമായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ അത് നിൽക്കുന്നു. അതിനുശേഷം കപ്പൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി മഞ്ഞി കടലിന്റെ ഓരത്തെത്തി. അതായത് ഞങ്ങൾ പോയത് സമ്മർദ്ദമാണ്, ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലമാണ്. അന്റാർട്ടിക്കയിലെ എന്ന വഴിയിലും ഹിമാവൃതമാണ് കടൽ മുഴുവൻ. അത് ഞങ്ങൾ കണ്ടു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കപ്പൽ ഈ
ഹിമക്കട്ടികളെ മുറിച്ചു വേണം പോകാനായിട്ട്. അതുമാത്രം കപ്പലിന്റെ ഫ്രണ്ട് സ്ട്രെങ്തൻ ചെയ്തതാണ് ഐസ് കട്ടർ. അപ്പൊ അടിച്ച് തകർത്ത് പോവുകയാണ്, അതാണ് വേണ്ടത്. അപ്പൊ ആദ്യം ചെറിയ ചെറിയ ബിറ്റുകളായിട്ട് കണ്ട ഐസ് പിന്നീട് സോളിഡായി കടലിന്റെ മൊത്തം സർഫസ് ഈ ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സാവകാശം കപ്പൽ മുന്നോട്ട് നീങ്ങി ഇതിനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോയി കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 60 ഡിഗ്രി 70 ഡിഗ്രീസിന്റെ അടുത്തായപ്പോഴത്തേക്കും ഈ കപ്പൽ മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയായി. കാരണം അവിടെ ബഹുവത്സര മഞ്ഞുകൾ കിടക്കുകയാണ്. സാധാരണഗതിയിൽ അന്റാർട്ടിക്കയിലെ മഞ്ഞുകൾ അതാത് വർഷം ഉരുകിപ്പോവും സമ്മറിൽ. പക്ഷെ ചില ഭാഗങ്ങളിൽ ഉരുകിപ്പോകാതെ കിടക്കുന്നത് അടുത്ത വർഷത്തെ മഞ്ഞുവീഴ്ചയും കൂടെ ആകുമ്പോഴത്തേക്കും കട്ടി വളരെ കൂടിയിട്ട് ഒരു കപ്പലിന് മുറിച്ചു പോകാൻ പറ്റാത്ത ബഹുവത്സര മഞ്ഞുകൾ ആയിട്ട് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടുപോയി. ഞങ്ങളുടെ പക്കൽ 4 ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു. 2 എയർഫോഴ്സ് ഹെലികോപ്റ്ററുകളും 2 നേവിയുടെ ഹെലികോപ്റ്ററുകളും. നേവിയുടെ ഒരു ഹെലികോപ്റ്റർ പോയി സർവേ നടത്തി കുറെ സമയം കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വന്ന് നല്ലൊരു വഴി കണ്ടുപിടിച്ച് ക്യാപ്റ്റന് പറഞ്ഞു കൊടുത്ത് ആ വഴിയെ കൂടിയായി പോകും. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഭയങ്കര ചുഴലിക്കൊടുങ്കാറ്റ്. അത് സാധാരണയാണ്, 40-നും 70-നും ഇടയ്ക്ക് സാധാരണ ആയിട്ടുള്ളതാണ്. ചുഴലിക്കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങി. അപ്പൊ കപ്പല് വളരെ സാവകാശം 3 നോട്ടിക്കൽ മൈലിലേക്ക് താഴ്ത്തി സ്പീഡ്. എന്നിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് രാവിലെ 6 മണിക്ക് കപ്പലിന് ഭയങ്കര ഒരു കുലുക്കം അനുഭവപ്പെട്ടു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ഹള്ളിലാണ്. അവിടെ ക്യാബിൻസ് ഒക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് മുകളിലേക്ക് ഡെക്കിലേക്ക് എത്തണമെങ്കിൽ 92 പടികൾ ചവിട്ടണം. അപ്പൊ അങ്ങനെ സമയത്ത് 6 മണിക്ക് എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് പെട്ടെന്ന് കപ്പല് അസാധാരണമായിട്ട് കുലുങ്ങി. ഇതെന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ഉടനെ ഓടി ലൈഫ് ജാക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോയി. അപായ മണി മുഴങ്ങി ഡെക്കിലെത്തി. അവർ നോക്കിയപ്പോൾ സംഭവിച്ചെന്താ, ഒരു വലിയൊരു ഐസ് കട്ടയില് ഈ കപ്പല് ചെന്നിടിച്ചു. ഇടിച്ചതിന് ശേഷം അതിലൊരു ഭാഗം തകർന്ന് തിരിച്ചു വന്ന കപ്പലിലേക്ക് ഇങ്ങോട്ടിടിച്ചു. അന്നേരമാണ് കപ്പല് ഇത് ചെരിഞ്ഞു പോയതും അതുപോലെ കുലുങ്ങിയതും. സംഭവിച്ചെന്താ, നമ്മൾ ഞാൻ നോക്കിയപ്പോൾ ഇടിച്ച ഭാഗം കപ്പലിന്റെ ആ പാർശ്വഭാഗം ഉള്ളിലേക്ക് വളഞ്ഞു പോയിരിക്കുന്നു. ആ വളഞ്ഞു പോയിരുന്ന സമയത്ത് വാസ്തവത്തിൽ വിള്ളലമറ്റ വീണിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി അപ്പോഴേ അവസാനിക്കുമായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ട്. പക്ഷെ ഈ ഇതേപോലെയുള്ള അപകടം പിന്നീട് 2-3 അവസരങ്ങളും കൂടി ഉണ്ടായി. പക്ഷെ ഇതെല്ലാം അതിജീവിച്ചു ആ കപ്പൽ. 24-ാം തീയതി ആയപ്പോഴത്തേക്കും ആ പോർട്ടിനോട് ഏതാണ്ട് അടുത്ത് 100 കിലോമീറ്ററും കൂടി അങ്ങോട്ട് പോകാനുള്ളൂ. അന്ന് അർദ്ധരാത്രി ഞങ്ങൾ ക്രിസ്മസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. പിന്നെ 25-ാം തീയതി കരയിലേക്ക് അടുക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്, കാരണം എല്ലാവർക്കും ചെന്ന് അടുക്കാൻ സാധിക്കില്ല. 26-ാം തീയതി ഞങ്ങൾ ഇതുപോലെ ഒരു സീ ഐസിന്റെ അടുത്തേക്ക് പോയി അടുക്കുകയാണ്. അന്നേരം സമയം ഏതാണ്ട് രാത്രി 1:30 മണിയായി. രാത്രി 1:30 മണി എന്ന് പറഞ്ഞാലും അവിടുത്തെ തമാശ എന്ന് പറഞ്ഞാൽ സൂര്യൻ 24 മണിക്കൂറും ജ്വലിച്ചു നിൽക്കുകയാണ്. അതാണ് അന്റാർട്ടിക്കയിലെ സമ്മറിന്റെ പ്രത്യേകത. വിന്റർ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും ഇരുട്ടായിരിക്കും ഒരു മാസം. ഇത് ഒരു മാസം സൂര്യൻ അസ്തമിക്കുകയില്ല. സൂര്യൻ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത് 1:30 മണിക്ക് ഞങ്ങൾ പോയി അവിടെ എത്തിച്ചേരുകയാണ്. എത്തിച്ചേർന്ന് ആദ്യമായിട്ട് ഒരു കപ്പലിന്റെ ഗോണി താഴേക്ക് ഇറക്കുന്നത് ശരിക്കുള്ള കരയിലല്ല, ഈ പൊന്തി കിടക്കുന്ന സീ ഐസിന്റെ മേലേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം അങ്ങനെ സഫലമായി. അന്റാർട്ടിക്കയിൽ ഞാൻ കാലുകുത്തി. ഉടനെ തന്നെ ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രി ഞങ്ങളെ വിളിച്ച് അഭിനന്ദിച്ചു. ഈ അടുത്ത അവളെ കപ്പലടുപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കാണാം കുറെ പെൻഗിൻസ്, സുന്ദരങ്ങളായ കുറെ പെൻഗിൻസ് ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ എത്തിച്ചേരുകയാണ്. പെൻഗിൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അവിടെ 2 തരം പെൻഗിനുകളാണ് ഉള്ളത്. അഡിലി പെൻഗിനും എംപറർ പെൻഗിനും. സാധാരണ കൂടുതൽ കാണുന്നത് അഡിലി പെൻഗിനാണ്. ഒരു 1.5 അടി ഉയരവും അതുപോലെ ഉള്ള ഒരു പക്ഷിയാണ് അത്. 2 കാലിൽ നിവർന്ന് നടക്കുന്ന പക്ഷിയാണ്. കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർ കുണിഞ്ഞ് നടക്കുന്ന പോലെ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കയ്യെത്തുന്ന ദൂരത്തിൽ അവർ വരും. ഇതെന്താണ്, ആരാണ് എന്നൊക്കെ അന്വേഷിക്കുന്ന വളരെ വ്യഗ്രതയോടുകൂടി അവർ നോക്കിക്കഴിഞ്ഞ് ഇത് പക്ഷെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടി മാറും. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഏതായാലും വളരെ ജീവിതത്തിൽ വളരെയധികം സുന്ദരമായ അനുഭവമായിരുന്നത്. ഈ മനുഷ്യനെ ലോകം
വിജയത്തിന്റെ അടയാളമായി കൊണ്ടാടി. നൂറ്റാണ്ടിന്റെ കായിക താരമെന്ന് മാധ്യമങ്ങൾ വാഴ്ത്തി. വശ്യമായ അംഗചലനങ്ങൾ കൊണ്ടും ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾ കൊണ്ടും അദ്ദേഹം ലോകത്തെ ത്രസിപ്പിച്ചു. കാഷ്യസ് മാർസിലസ് ക്ലേ, മുഹമ്മദ് അലി. ഇടിക്കൂട്ടിൽ അലി മുഴക്കിയ പ്രകമ്പനങ്ങൾ ലോകസീമകളിലേക്ക് പടർന്നു. യാതനയിലും അവഗണനയിലും തളരാതെ അലി ഉയരങ്ങളിലേക്ക് നടന്നു. ആ ജീവിതം ഒരു പാഠപുസ്തകമാണ്. കാണുക മുഹമ്മദ് അലി. ഹിസ്റ്റോറി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക്. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കാം. കുറെ 35 ലക്ഷം രൂപ വില വരുന്ന പ്രത്യേകതരം വണ്ടികൾ, അതിന്റെ സ്ലെഡ്ജുകൾ, സ്നോ സ്കൂട്ടറുകൾ, ഇതെല്ലാം അവിടെ ഇറക്കി. അതിന്റെ റിസ്ക് എന്താന്ന് പറഞ്ഞാല് ഈ പൊന്തിക്കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും ഒരു വിള്ളലോ അല്ലെങ്കിൽ ഒരു ദ്വാരമോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇറക്കിയ സാധനം അങ്ങനെ തന്നെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകും. പക്ഷെ ആ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. എന്ത് സംഭവിച്ചാലും വേണ്ടിയിൽ ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഇറക്കി ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാതെ അത് ഓടിച്ച് ഈ ഷിപ്പ് കിടക്കുന്നതിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ബേസ് ക്യാമ്പിൽ എത്തിക്കാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ തീരുമാനിച്ച് ഇനി നമുക്ക് മറ്റു സാധനങ്ങൾ, ബിൽഡിങ്ങിനുള്ള പണി സാധനങ്ങളൊന്നും അവിടെ ഇറക്കേണ്ട, അത് ഷിപ്പ് കരയിൽ അടുക്കുന്നവരെ, ഏതാണ്ട് 1 മാസം എടുത്തു അതിന്, അതുവരെ നമുക്ക് ഹെലികോപ്റ്ററുകളിൽ അത് കൊണ്ടുപോകാം. ഹെലികോപ്റ്റർ ആണെങ്കിൽ 2.5 ടൺ ഭാരം വഹിക്കാവുന്ന എയർഫോഴ്സിന്റെ 2 ഹെലികോപ്റ്റർ, പ്രതാപ് എന്ന് പറയുന്ന 2 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 2 നേവിയുടെ ചേതക് വിഭാഗത്തിൽപ്പെട്ട 2 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്ററുകളിൽ വേണം പിന്നീട് സാധനങ്ങളെല്ലാം അങ്ങ് ബേസ് ക്യാമ്പിൽ എത്തിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കും ഞങ്ങൾ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴും ഒരു വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായി. അതായത് മറ്റൊന്നുമല്ല, ഈ എയർഫോഴ്സിന്റെ ഞങ്ങൾക്കുണ്ടായിരുന്ന 2 ഹെലികോപ്റ്ററുകൾ ഒരെണ്ണം തകർന്നു വീഴുന്നതാണ്. 28-ാം തീയതി ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയായി കാണും. അപ്പൊ ഞാൻ എന്റെ ഗവേഷണാർത്ഥമുള്ള കുറെ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുത്താണ്. ഷിപ്പിന്റെ ബാക്ക് സൈഡിലുള്ള എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്, അതിന്റെ യന്ത്രസമയത്തിലൊക്കെ. അപ്പൊ അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം, എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പൊ ഞാൻ ലീഡറോട് പറഞ്ഞു, ലീഡർ ഡോക്ടർ ഹർഷ് ഗുപ്ത, അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു സഹായം വേണം. അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ വന്നു. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടി അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു 2:45 ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ലേഡി സയന്റിസ്റ്റ്, അതിഥി പന്ത് എന്ന് പറയും, NIOയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യഗ്രാഫിയിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അവര് ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു, പറഞ്ഞ് സാർ എന്തോ വല്ലാത്തൊരു ശബ്ദവും ഒരു കുലുക്കവും ഒക്കെ കേട്ട്, എന്താ സംഗതി മനസ്സിലാകുന്നില്ല. അവർ വളരെ പാനിക്കായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഉയർന്ന പൊന്തി ബേസ് ക്യാമ്പിലേക്ക് പോകേണ്ട ആ പ്രതാപം എന്നുള്ള ഹെലികോപ്റ്റർ അതാ വെള്ളത്തിൽ കിടക്കുന്നു, തലകീഴ് മറിഞ്ഞ്. അതിന്റെ റോട്ടർ ബ്ലേഡ്സ്, അതായത് അതെല്ലാം മുറിഞ്ഞുപോയി, അതിന്റെ വാലറ്റം മുറിഞ്ഞുപോയി, എന്നിട്ട് തലകീഴായിട്ട് കിടക്കണം. ഇത് സംഭവിച്ചെന്താന്ന് പറഞ്ഞാല് ഈ ഹെലികോപ്റ്ററിൽ സാധനങ്ങൾ കൊണ്ടുവന്ന 2 വിധത്തിലാണ്. ഒന്നിന് അകത്ത് നിറച്ചുകൊണ്ട് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒരു ഹുക്കുണ്ട്, ഹുക്കിൽ തൂക്കിയിട്ട് കൊണ്ടുപോകും. 2.5 ടൺ വരെയുള്ള സാധനങ്ങൾ അങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് എങ്ങനെയോ അതിന്റെ എഞ്ചിൻ തകരാറായിപ്പോയി. ആ സമയത്ത് ഇത് ഡെക്കിക്കൂടി വലിയ ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ പോയി ഹെലികോപ്റ്ററിന് ബാലൻസ് തെറ്റി ഷിപ്പിന്റെ ക്രെയിനിൽ ചെന്ന് തട്ടി അതിന്റെ റോട്ടർ ബ്ലേഡ്സ് എല്ലാം ഒടിഞ്ഞ്, പിന്നെ ഷിപ്പിന്റെ സൈഡിലും അടിച്ച് നേരെ തെറിച്ച് ഒരു 100 അടി മീറ്ററിലേക്ക് പോയി വെള്ളത്തിൽ വീഴുകയത്. അതിനകത്ത് 5 പേരുണ്ടായിരുന്നു. അങ്ങനെ അവര് എല്ലാം കൂടി ഇതിനകത്തിരിക്കുകയാണ്. വെള്ളം ആർത്തടിച്ച് കയറുന്നുണ്ട്. എല്ലാവരും ഡെക്കിൽ നിന്ന് ഒച്ചയെടുത്തും കരിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും? ആ സമയത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ
സംഭവിച്ചെന്നു പറഞ്ഞാൽ ഇത് കീഴ്മേൽ മറിഞ്ഞതുകൊണ്ട് അത് വലിയൊരു അനുഗ്രഹമായി അവർക്ക്. കാരണം എപ്പോഴും ഹെലികോപ്റ്ററിന്റെ അടിഭാഗത്ത് ഒരു വിൻഡോ ഉണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കവറുള്ള കാണാൻ വേണ്ടി. അതായത് താഴെ ആരെങ്കിലും ഈ ഹുക്ക് ചെയ്യുമ്പോൾ ഈ പൈലറ്റിനെ കാണണം അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, അത് ഹുക്കിംഗ് കഴിഞ്ഞാൽ എനിക്ക് ടേക്ക് ഓഫ് ചെയ്യാറായോ. അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോ ഇത് തളികളായി പറഞ്ഞുകൊണ്ട് ഈ വിൻഡോ നേരെ മുകളിൽ വന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു കൈകൊണ്ട് തന്നെ ഇത് ഉടച്ച് ഓരോരുത്തരായിട്ട് പുറത്തു വന്ന് ഹെലികോപ്റ്ററിന് മുകളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇവര് ഓരോരുത്തരായിട്ട് മുകളിൽ വന്നിട്ട് ഇത്രയും 100 മീറ്റർ ദൂരമുണ്ട്. ആ പെണ്ണിനെ ഏൽക്കുകയാണ്. ഭാഗ്യത്തിന് നേവിയുടെ ചേതക് ഹെലികോപ്റ്റർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു രക്ഷപ്പെടുത്താനായിട്ട്. അത് ഉടനെ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് നേരെ മുകളിലെത്തി ഈ സ്ലിംഗ് ഇട്ട് കൊടുത്തു. കാരണം അവർക്കെല്ലാം ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവരാണല്ലോ. ഈ സ്ലിംഗ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരാളെ അവർ രക്ഷപ്പെടുത്തി ദിക്കിൽ കൊണ്ടുവന്നു. രണ്ടാമത് ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ ചെന്ന് സ്ലിംഗ് ഇട്ട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്, വെപ്രാളത്തിൽ ഒന്നിന് പകരം 2 പേര് കയറി സ്ലിംഗിൽ പിടിച്ചു. അപ്പൊ ആർക്കും ഇത് കക്ഷത്തിലൂടെ ഇടാൻ സാധിച്ചില്ല. അപ്പൊ അവര് രണ്ടുപേരും തൂങ്ങി കിടന്ന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് ആ പ്രഷർ കൊണ്ട് സംഭവിച്ചെന്നാ അവർ ഓരോരുത്തരായിട്ട് വീണ്ടും താഴേക്ക് വീഴുകയത്. ഹെലികോപ്റ്റർ കൊണ്ടുള്ള ആ രക്ഷപ്പെടുത്തൽ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവരവിടെ ചെയ്യുന്ന കപ്പലിന്റെ ലൈഫ് ബോട്ട് ഇറക്കി. ലൈഫ് ബോട്ടിൽ ഒരു ഡോക്ടറും കൂടെ പോയി. അങ്ങനെ ഓരോരുത്തരും 4 സ്ഥലത്ത് കിടക്കുന്ന അവരെല്ലാം കൂടെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന് കപ്പൽ ഓരോ സ്ഥലത്തു നിന്നും പിക്ക് ചെയ്തെടുത്ത് നേരെ കപ്പലിന്റെ അടുത്ത് ECIC കൊണ്ട് ഇറക്കി. എന്നിട്ട് ഒരു സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം കപ്പൽ ഹോസ്പിറ്റലുണ്ട്, വെല്ലക്കിപ്പ് ഹോസ്പിറ്റലുണ്ട്. ഞങ്ങളുടെ ഓട്ടത്തിൽ ശരിക്കും പറഞ്ഞാല് 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഭാഗ്യവശാല് ആരും എല്ലാവരും അപകടം തരണം ചെയ്തു. അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കെ വീണ്ടും ഞങ്ങള് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ അവരവരുടെ വർക്കുകളും അതുപോലെ ഷിപ്പിന്റെ പൊതുവായ വർക്കുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും രാപകലും. അതിന് ഷിഫ്റ്റ് തന്നെ തീരുമാനിച്ചു. കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഷിഫ്റ്റ് 8 മണിക്കൂർ ഷിഫ്റ്റ് എന്നുള്ള 12 മണിക്കൂർ ഷിഫ്റ്റ് ആക്കി. ഓരോരുത്തരും 12 മണിക്കൂർ വർക്ക് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ഒറ്റ സമ്മർ കൊണ്ട് നമുക്ക് അവിടെ ഒരു സ്ഥിരം സ്റ്റേഷൻ നിർമ്മിക്കണം. ആ സ്റ്റേഷൻ നിർമ്മിച്ചാലേ ഇന്ത്യക്ക് അന്റാർട്ടിക്ക കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ വോട്ടിംഗ് അവകാശമുള്ള മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഉത്സവം. അന്റാർട്ടിക്കയിലെ കാലാവസ്ഥയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഏതാണ്ട് ഒരു -1 ഡിഗ്രി, അതായത് സമ്മർ ആയതുകൊണ്ട് -1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ സമയത്ത് പൂർണ്ണത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഏതാണ്ട് -50-60 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള അന്റാർട്ടിക്കയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഈ -1 ഡിഗ്രീസിൽ നമ്മൾ സർവേ ചെയ്യേണ്ടത്. ഇവിടെ സർവേ ചെയ്യാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള വേഷങ്ങളുണ്ട്. ഓരോ അവസരത്തിനൊത്ത വേഷങ്ങളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സാധാരണഗതിയിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഫെദർ ഫീൽഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ധരിച്ചാൽ, പക്ഷെ അതിനുള്ളിൽ പല ലെയർ ഡ്രസ്സ് വേണം. അടിവസ്ത്രങ്ങളുടെ മേലെ കമ്പിളി ബനിയൻ വേണം, പിന്നെ 2 സ്വെറ്റർ വേണം. ആ സ്വെറ്ററിന് മുകളിലാണ് നമ്മൾ ഈ ജാക്കറ്റ് ധരിക്കുക. എന്നാലേ നമുക്ക് അവിടുത്തെ ആ തണുപ്പ് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഓരോ അവസരത്തിനൊത്തുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. പക്ഷെ കാറ്റ് വന്നു കഴിഞ്ഞാൽ, സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ സാധിക്കില്ല. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ആ കാറ്റിന്റെ ശക്തി നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അവിടെ അന്റാർട്ടിക്കയിലെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ഈ കാറ്റ് സൈക്ലോൺസ് ചുഴലിക്കൊടുങ്കാറ്റ് ഇങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരിക്കും. അതായത് പടിഞ്ഞാറൊന്നും കിഴക്കോട്ട് ക്ലോക്ക്വൈസ് ആയിട്ട് ഈ സൈക്ലോൺസ് മുഴുവൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരേ സമയം ഒരു 8-10 സ്ഥലങ്ങളിൽ അന്റാർട്ടിക്കയിൽ ഈ കാറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരെണ്ണം പോയി മറ്റൊന്ന് വരാനായിട്ട് ഒരുപക്ഷെ ഒരു ആഴ്ച സമയം കിട്ടും. ആ ഒരാഴ്ച സമയമാണ് നമ്മൾ പണികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. കാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ നമുക്കില്ല, നമ്മൾ ഹെൽഡപ്പാണ്. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് ഏറ്റവും ശക്തമായ കാറ്റുണ്ടായത്. അന്ന് 200 കിലോമീറ്റർ വെലോസിറ്റിയുള്ള കാറ്റാണ് ആഞ്ഞടിച്ചത്. ആ സമയത്ത് വളരെ അധികം ഭയപ്പെട്ടു പോയി. കാരണം കപ്പല് കരയോടടുപ്പിച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. ഈ സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ കപ്പല് അങ്ങനെ കരയോടടുപ്പിച്ച് കെട്ടി നിർത്താൻ പാടില്ല. കാരണം ഇതിൽ ചാഞ്ചാടി കരയിൽ ഇടിച്ച് ഡാമേജ് വരും. അപ്പോൾ ഉടനെ കെട്ടഴിച്ചു വിടാനായിട്ട് പോയി ആ നാവികര്, കരയിലേക്ക് പോയ നാവികര് കാറ്റ് നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്ത സമയത്ത് കെട്ടഴിച്ചു വിടാൻ നേരെ സമയമില്ലാഞ്ഞുകൊണ്ട് അവർ അറുത്ത് മുറിച്ചു വിടുകയത്. അറുത്ത് മുറിച്ചു വിട്ടോടുകൂടി കപ്പൽ എഴുത്തറിഞ്ഞ പോലെ കടലിലേക്ക് നീങ്ങിപ്പോയി. പക്ഷെ അവര് 4 പേര് കരയിലായിപ്പോയി. അവരെ രക്ഷിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ സമയത്താണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റനും മറ്റും ഉണ്ടായിരുന്നത്. അവർ വളരെയധികം ശ്രമിച്ച്
പലതവണ കര അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല. അവർ എടുത്ത് തിരിച്ച് കപ്പലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ വളരെ സാഹസികമായിട്ട് ഒരു കപ്പലിനെ നിയന്ത്രിച്ച് കരയുടെ ഏതാണ്ട് അടുത്ത് ചെന്നപ്പോഴത്തേക്കും കപ്പലിൽ ഒരു ക്രെയിൻ, ഒരു കേജ് ഘടിപ്പിച്ച് ഒരു ക്രെയിൻ നീട്ടിക്കൊടുത്ത് അവരതിനകത്ത് കയറി കപ്പലിൽ തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ സൈക്ലോണിനെ പറ്റി പറയാണെങ്കിൽ അവിടെ ഉള്ളത്. ബേസ് ക്യാമ്പിലെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഇന്ത്യക്ക് ചെയ്യേണ്ടി വരുന്നത് ഒരു രണ്ട് നില കെട്ടിടങ്ങൾ പണിയണം. അതായിരുന്നു അതിനിവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിയ ഫ്രീ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടാണ് ഈ ആർമി ജവാന്മാർ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നത്. അവരെല്ലാം പോയി ടെന്റ് അടിച്ചു, ടെന്റായിട്ട് താമസിച്ചിരുന്നത്. എന്നിട്ട് അവർ പണി നടന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് അവിടെ പോകാനുള്ള അവസരം ഉണ്ടായി. അതായത് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ, ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ ദിനം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അതുപോലെ തന്നെ റഷ്യ, ജർമ്മൻ എന്നീ സ്റ്റേഷനിലെ ആൾക്കാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അവരൊക്കെ അവിടെ വന്ന് അന്ന് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ചടങ്ങ് അവിടെ വെച്ച് ചെയ്തു. പിന്നീട് എനിക്ക് പോകേണ്ടി വരുന്നത് അവിടെ അടുത്തുള്ളൊരു പർവ്വത പ്രദേശത്തേക്കായിരുന്നു. അത് അവിടെയാണ് ജിയോളജിസ്റ്റുകൾ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരിക്കൽ ഞാനും കൂടി ഹെലികോപ്റ്ററിൽ പോയി. 75 കിലോമീറ്റർ ദൂരമുണ്ട് ഷിപ്പിൽ നിന്ന്. അപ്പൊ ഒരു ദിവസം അവിടെ പോയി അവിടെ ചെന്നതിന് ശേഷം അവിടെ ടെന്റാണ്, വേറൊന്നുമില്ല സംവിധാനം. ആ ടെന്റിൽ വേണം നമ്മൾ കിടക്കാനായിട്ട്. ആ ടെന്റ് എന്ന് പറഞ്ഞാൽ ഐസാണ് താഴെയെല്ലാം. അപ്പൊ അതിൽ സ്ലീപ്പിംഗ് ബാഗ് കയറി നമ്മൾ അവിടെ വേണം കിടക്കാനായിട്ട്. അപ്പോൾ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ചെയ്യാനായിട്ട്. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ ഈ ഷെർമാർക്കർ മൗണ്ടൻസ് എന്ന് പറയും, അവിടെയാണ് ഇന്ത്യ ഇപ്പോൾ സ്ഥിരം സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങളെ ഒരു ഡോക്ടർ ബാനർജി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളെ ആ സ്ഥലങ്ങൾ ആർക്കെല്ലാം നല്ല പരിചയ ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. വളരെ മനോഹരമായ സ്ഥലം. ഒരുപാട് നാളുകൾക്ക് ശേഷം മണ്ണും പാറകളും കാണുകയാണ്. അത് തന്നെ വലിയൊരു അനുഭവമായിരുന്നു. ആ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കപ്പലിലേക്ക് പോകുന്നു. ഞങ്ങളൊരു 4-5 പേര് ഒരു വിസിറ്റിന് പോയതാണ്. അവിടെ ജിയോളജിസ്റ്റിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോയി കാണിച്ചത്. ബേസ് ക്യാമ്പിൽ നമ്മുടെ സ്ഥിരം സ്റ്റേഷനിൽ നിർമ്മാണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു രണ്ട് നില കെട്ടിടമാണ് ഉണ്ടാക്കിയത്. അതിന്റെ പണി വളരെ ക്വിക്കായിട്ട് ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ അത് ചെയ്തു തീർത്തു. അതിന് അവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ, താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവരെ ജനറേറ്റർ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങൾ, ഒരു ഹോസ്പിറ്റല്, ലാബറട്ടറി എന്ന് വേണ്ട ഇന്ധനം ശേഖരിക്കാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ സർവ്വ സന്നാഹങ്ങളോടും കൂടിയുള്ള രണ്ട് നില കെട്ടിടങ്ങളാണ് ഉണ്ടാക്കിയത്. അതിന്റെ ഇനാഗുറേഷൻ വളരെ നല്ലൊരു ചടങ്ങായിട്ട് അതും ആഘോഷിച്ചു. എല്ലാവരും അവിടെ എത്തി. എല്ലാവരും അവിടെ ഈ സ്ഥിരം സ്റ്റേഷനിൽ ഒരു 12 വ്യക്തികളെ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് പോരേണ്ടി വരുന്നത്. അതിൽ ഒരു 4 സയന്റിസ്റ്റുമാരും ബാക്കി ഈ മിലിറ്ററിക്കാരും ഡോക്ടറും എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പ് 12 പേരാണ് അവിടെ ആക്കിയിട്ട് പോകുന്നത്. അവർ ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോരുള്ളൂ. അവർ വിന്ററിംഗ് ടീമാണ്. അങ്ങനെ ഏതാണ്ട് 65 ദിവസത്തെ അന്റാർട്ടിക്കയിലെ വാസത്തിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സമയമായി. തിരിച്ചു പോരുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് 1-ാം തീയതി ആണ് തിരഞ്ഞെടുത്തത്. അത് വിന്റർ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് എത്രയും വേണം അവിടുന്ന് തിരിച്ചു പോരേണ്ടിയിരിക്കുന്നു. അന്റാർട്ടിക്കയിൽ നിന്ന് മാർച്ച് 1-ാം തീയതി അവിടുന്ന് പുറപ്പെട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചവിടെ മാർച്ച് 18-ാം തീയതി ആയപ്പോഴേക്കും ഞങ്ങൾ മൊറീഷ്യസിലെത്തി. വീണ്ടും അവിടെ ഇറങ്ങിയ ഒരു 3-4 ദിവസം അവിടെ വീണ്ടും തങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഗോവയിലേക്ക് പുറപ്പെടുന്നത്. ഗോവയിൽ എത്തിയപ്പോഴത്തേക്കും വളരെ ഉത്സവഭരിതമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. മേയറും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് സെക്രട്ടറിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സ്വീകരിക്കാനായിട്ട്. സ്ത്രീകൾ അവിടെ നിന്നിട്ട് ആരതി നൽകി എല്ലാവർക്കും പൂമാരി അണിയിച്ച് ഞങ്ങളുടെ എല്ലാവർക്കും പൊട്ടും തൊഴിയിച്ച് ഞങ്ങളെല്ലാവരും വീരോചിതമായിട്ട് അവർ വരവേറ്റു. അങ്ങനെ എൻ്റെ അന്റാർട്ടിക്ക സ്വപ്നം സഫലമായി. നല്ലൊരു ജീവിതത്തിൽ എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും അത് നിലനിൽക്കുകയാണ്.